അങ്ങനെ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഒരുപാട് പേര് കാത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും നേരത്തെ ലൈവിൽ ഇത്രയും ആളുകൾ ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. ഈ ഒരു വാപ്പയുടെ ഉമ്മയുടെ വരവിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുകയാണ്. അങ്ങ് കമൻറ്റ് ബോക്സ് നിറയുമായിരുന്നു. അങ്ങനെ ഒരു 8:30 ആയപ്പോഴത്തേക്കും നമ്മുടെ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും വരികയാണ്. രാവിലത്തെ മോർണിംഗ് സോങ് ഇട്ടപ്പം നമ്മുടെ ജാസ്മിൻ ഉറക്കമായിരുന്ന ആ സോങ്ങിൻ്റെ ഒരു തീരാറായ സമയത്താണ് നമ്മൾ ജാസ്മിൻ ഇറങ്ങി വരുന്നതും ഡാൻസൊക്കെ കളിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾ ഡോറ് തുറന്നു. അങ്ങനെ നമ്മുടെ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും വരുവാണ്. അപ്പം വന്ന് പാടെ നമ്മുടെ ഒരു ടെഡി ബിയർ ഉണ്ടല്ലോ, ആ ടെഡി ബിയർ കാണുമ്പോൾ എന്തായാലും ജാസ്മിൻ മനസ്സിലായിട്ടുണ്ടാകും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. അങ്ങനെ ഹഗ് ചെയ്യുന്നു, രണ്ടുപേരും ഹഗ് ചെയ്യുന്നു. ജാസ്മിൻ്റെ വാപ്പ ഒരു മാല ഇട്ട് കൊടുത്തിട്ട് പറയുന്നു ഇതായിരിക്കണം ഇനി വീട്ടിൽ വരുന്നിടം വേറെ എന്ത് ഇടണ്ടേന്നും പറഞ്ഞുകൊണ്ട് ഒരു മാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അതിലൂടെ തന്നെ ആദ്യമേ ജാസ്മിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതിനുശേഷം വീടിനകത്തേക്ക് കയറി ഇവർ റൂമിലെടുത്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ ജാസ്മിൻ്റെ വാപ്പ പറയുന്നു നമ്മുടെ ഗബ്രിയുടെ മാല ഉണ്ടല്ലോ അത് ഊരി കൊടുക്കാൻ. അപ്പം നമ്മുടെ ജാസ്മിൻ ഇല്ല വാപ്പ, അത് എനിക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കാനാണ്, എൻ്റെ ഒരു ബലമാണ്. അപ്പം നമ്മുടെ ജാസ്മിൻ വാപ്പ പറയുന്നത് ഞങ്ങളുണ്ടല്ലോ നിൻ്റെ ബലത്തിന്, എൻ്റെ പൊന്നുമോൾ ഊരുത്താന്ന് പറയുന്നു. അപ്പം ഊരുന്നില്ല. അപ്പം ജാസ്മിൻ്റെ വാപ്പ തന്നെയാണ് അത് ഊരിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയുടെ ഫോട്ടോയും ഇത് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജാസ്മിൻ വാപ്പ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ശ്രീധുവിൻ്റെ അമ്മ വന്ന് സംസാരിച്ചതിനേക്കാളും എനിക്ക് നല്ല രീതിയിലാണ് രണ്ടുപേരും, അതായത് വാപ്പയും ഉമ്മയും നമ്മുടെ ജാസ്മിനോട് പെരുമാറിയത്. കാര്യം ജാസ്മിൻ്റെ ഗെയിമിന് ഇനി ഒരു പ്രശ്നം ഉണ്ടാകരുത്, നല്ല രീതിയിൽ അവർ ഗെയിം കളിക്കണം, നല്ല രീതിയിൽ ജയിച്ച് മുന്നോട്ട് പോകണമെന്ന് ആ ജാസ്മിൻ്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ആഗ്രഹമുണ്ട്. കാര്യം ഒരുപാട് നെഗറ്റീവായ വ്യക്തിയാണ്. അതുകൊണ്ട് മാത്രം ഇനിയെങ്കിലും പ്രേക്ഷകരുടെ ഇടയിൽ ഒരു പോസിറ്റീവ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും ചെയ്തു എന്നാണ് പറയാൻ. അപ്പം ആ ഒരു രീതിയിൽ മാത്രമല്ല നല്ല രീതിയിൽ പെരുമാറി, വന്ന് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ വേറെ വഴക്ക് പറയുകയോ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കരയിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. കരയുന്ന ജാസ്മിനെയാണ് നമ്മുടെ വാപ്പയും ഉമ്മയും ആശ്വസിപ്പിക്കുന്നു. അഫ്സലിൻ്റെ പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, അതൊക്കെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും അഫ്സലിനെ പറയുന്നത്. ആ ഒരു ടെഡി ബിയർ അഫ്സൽ കൊടുത്ത ടെഡി ബിയർ കേട്ടോ. അവൻ പറയുന്നു ഈ പുറത്ത് നീ വാ, എല്ലാവരും നിനക്ക് ഇവിടെ കാത്തിരിപ്പുണ്ട്, വാപ്പയും ഉമ്മയും അഫ്സലും എന്ന് പറയുമ്പോൾ ആ ഭാഗം മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിനക്കിവിടെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഷോക്കിംഗ് ആയിട്ട് നമ്മുടെ ജാസ്മിൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവരെ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല മാന്യമായിട്ട് തന്നെയാണ് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും പെരുമാറിയത്. മറ്റുള്ള എല്ലാ വ്യക്തികളോടും നല്ല രീതിയിൽ പെരുമാറി. ഇനിയിപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് പറയായിരിക്കും അവരോട് മിണ്ടിയില്ല ഇവരോട് മിണ്ടിയില്ലൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു ലൈവിൽ എല്ലാവരോടും അവരെ ഓടി നടന്ന് മിണ്ടുന്നുണ്ട്, എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തിരക്കുന്നുണ്ട്, എല്ലാവർക്കും ഒരുപാട് ഫുഡൊക്കെ കൊണ്ടുവന്നു, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറി. പിന്നെ ഒരു കാര്യം മാത്രം, നമ്മുടെ അപ്സരയെ അടിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു കാര്യം അവിടെ ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞു. അപ്പം നമ്മുടെ ബിഗ് ബോസ് വിളിച്ചിട്ട് വാൺ ചെയ്തു, കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് വാൺ ചെയ്തു. അത് സോഷ്യൽ മീഡിയ നടന്ന പ്രശ്നമാണ്, അത് പറയാൻ പാടില്ലെന്ന്. അപ്പോൾ അവിടെ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ വീണ്ടും പുറത്ത് ചർച്ചയാകുന്നുണ്ടെന്ന്. അപ്പം നമ്മുടെ ജാസ്മിൻ വാപ്പ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്സരയെ അടിച്ചു, ജാസ്മിൻ പുറത്തായി, അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ വിശ്വാസമാണെന്ന രീതിയിലൊക്കെ പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് വിളിച്ചിങ്ങനെ പറയുന്നത്. അപ്പം അവർക്ക് അവരുടെ മകളാണ്, എത്രയെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മകളാണ്, ഇനി എത്ര നെഗറ്റീവ് ആയാലും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയുടെ ഫോട്ടോയും മാലയും, ആ എടുത്ത ഫോട്ടോയും മാലയും കൺഫെഷൻ റൂമിൽ കൊടുത്തു കേട്ടോ. നമ്മുടെ കൺഫെഷൻ റൂമിൽ ബിഗ് ബോസ് വിളിച്ച് കയറ്റിയപ്പോൾ അവിടെ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം അതവിടെ കൊടുത്തു തിരിച്ചിറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇനി ഞങ്ങൾ നോക്കി കരയും, നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ നീ എന്നോട് പറയും, ഞങ്ങൾ കേൾക്കുന്നുണ്ട്, നീ കട്ടിൽ കിടക്കുമ്പം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കാണുന്നുണ്ട്, ഫുൾ ലൈവ് മൊത്തം ഞങ്ങൾ കാണുന്നുണ്ട്, നീ വിഷമിക്കണം, നല്ല രീതിയിൽ ഗെയിം കളിക്കുക, വീട്ടിലേക്ക് വരുമ്പോൾ വിൻ ചെയ്തിട്ട് വേണം വരാൻ, കപ്പടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പം അത്രയ്ക്കും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. അപ്പം ജാസ്മിൻ പറഞ്ഞു എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടെന്ന്. അപ്പം പറയുന്നത് ആ കാര്യങ്ങളെല്ലാം നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ, ഇവിടെ സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. എന്തായാലും ഒരുപാട് പേര് ആഗ്രഹിച്ച പോലെ ഇപ്പോൾ ജാസ്മിനെ വന്നിടിക്കും, അടിക്കും, വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞതുപോലെ ഒന്നും നടന്നില്ല. ജാസ്മിൻ്റെ വാപ്പയും അമ്മയും നല്ല രീതിയിൽ പെരുമാറി. എനിക്ക് തോന്നുന്നു ശ്രീധുവിൻ്റെ അമ്മയെക്കാളും എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. കാര്യം ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് ഒരു മകളാണ്, മകൾ നല്ല രീതിയിൽ ഗെയിം കളിക്കണമെന്ന് ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് വർത്തമാനം പറഞ്ഞത്. പക്ഷേ ഇവിടെ വിദ്യാഭ്യാസമൊന്നും അല്ലെന്ന് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള സംഭവത്തില്ല. കാര്യം നമ്മുടെ ജാസ്മിൻ്റെ വാപ്പയും അമ്മയും നല്ല രീതിയിൽ പെരുമാറി കേട്ടോ, നല്ല രീതിയിൽ എല്ലാവരും പെരുമാറി. ജാസ്മിനോടും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ്റെ വാപ്പയെ നമ്മുടെ അഭിഷേകനെ കാണിച്ചിട്ട് ഇവനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയും കേട്ടോ. അപ്പം പറയാം നീ ഇങ്ങനെ അവനെന്നൊക്കെ പറയാതെ, നീ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പുറത്ത് ഇരിക്കപ്പുറത്ത് ഇല്ലെന്ന രീതിയിൽ പറയും. അപ്പോൾ എല്ലാവരും ഭയങ്കര ചിരിക്കും കേട്ടോ. കാര്യം നമ്മുടെ ജാസ്മിൻ കൊടുക്കുന്ന ക്ലൂ ആ ഒരു ഹിൻ്റാണ് അത്, നീ എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറണമെന്ന് മാത്രമേ മാറ്റി നിർത്തി പറയുന്നുണ്ട്. പ്രായത്തിൽ മൂത്തവരടുത്തൊക്കെ നല്ല
രീതിയിൽ പെരുമാറണം. പിന്നെ നമ്മളോട് പറയുമ്പോൾ നമുക്ക് ആ സമയത്ത് പറഞ്ഞത് കളയാം, പക്ഷേ ഇത്രയും നീ കിടന്ന് പറയേണ്ട, ദേഷ്യമൊക്കെ കുറയ്ക്കണം എന്ന രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ജാസ്മിൻ വാപ്പയും ഉമ്മയും. എല്ലാവരും പറഞ്ഞു ഇപ്പം വന്നാൽ ശരിയാക്കുമെന്ന്. മാത്രമല്ല ജാസ്മിൻ തന്നെ പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും ഒരുപാട് ഭേദമാണ് നമ്മുടെ ശ്രീധുവിൻ്റെ അമ്മയെ വെച്ചിട്ട്. എനിക്ക് അങ്ങനെ തോന്നിയത്. എന്തായാലും നോക്കാം. ഇപ്പോഴും ലൈവിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.